ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ബീട്രൂട്ട് വെച്ചൊരു വെറൈറ്റി റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലിൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ബീട്രൂട്ട് വെച്ചൊരു റെസിപ്പി നോക്കാം. 2 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴത് ഇതുപോലെ കട്ടി കുറച്ച് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊന്നൊരു റെസിപ്പി നോക്കാം. ഇതെല്ലാം ശകലം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ശകലം കറിയിൽ ഇട്ടിട്ട് കൊടുക്കാം. ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കുക. അതുപോലെ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ ഒരു കൂടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ശകലം മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ ശകലം കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ അരച്ചെടുത്തോണ്ട് വന്ന് ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നല്ലപോലെ ബീട്രൂട്ട് വെന്തിരിക്കണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പുളിയും ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. ഞാൻ ഒരു ചെറിയൊരു പീസാണ് ഇട്ട് കൊടുത്തത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചോറിന് പറ്റിയ ഒരു വിഭവമാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.